ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ. നമ്മളുടെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരത്തിലൊന്നാണല്ലോ കൊഴുക്കട്ട എന്ന് പറയുന്നത്. അപ്പം കൊഴുക്കട്ട എന്ന് പറയും, ഉണ്ട എന്ന് പറയും, പലയിടത്തും പല പേരിലാണിത് അറിയപ്പെടുന്നത്. അപ്പം നമ്മളിവിടെ കോട്ടയത്ത് കൊഴുക്കട്ട എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. അപ്പം നമ്മൾ അരിപ്പൊടി, ഞാൻ ടേസ്റ്റി നിപ്പിൾസിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ്. നിങ്ങളെല്ലാ അരി പൊടിച്ചതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, പച്ചരി പൊടിച്ചത് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വറുത്ത പൊടി വേണം കേട്ടോ എടുക്കാനായിട്ട്. നൈസായിട്ടുള്ള പൊടിയായിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് മിക്സ് ചെയ്യുന്നത്, ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്യുന്നത് നല്ല ചൂട് വെള്ളത്തിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. കൈ പൊള്ളാതെ നോക്കണം. എന്നിട്ട് ചൂടൊരു ശകലം കുറഞ്ഞ് കഴിയുമ്പോൾ, എന്നാലും നല്ല ചൂടുണ്ടാവും, ആ ഒരു ടൈമിൽ നമുക്ക് ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഈ ഉണ്ട പരുവത്തിൽ എടുക്കത്തക്ക രീതിയിലുള്ള വെള്ളമേ ചേർക്കാവുള്ളൂ. ഒത്തിരി വെള്ളം നീണ്ടു പോകരുത്. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് മാവ് കുഴക്കില്ല, ആ ഒരു പരുവത്തിൽ. അപ്പം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ പൊടി വറുത്ത പൊടി ആയതുകൊണ്ട്, ഞാനിപ്പോൾ കടയിൽ നിന്ന് പാക്കറ്റ് പൊടി ആയതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇത് ഇച്ചിരിയും കൂടി ഒന്ന് കൂടുതലായിട്ട് നമുക്ക് തോന്നും. നമ്മൾ എടുത്ത പൊടിയെ കഴിഞ്ഞ് ഇച്ചിരിയും കൂടി അതൊന്ന് കൂടി വന്നതായിട്ട് തോന്നും കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങൾ പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഈ കൊഴുക്കട്ടയ്ക്ക് നടുക്ക് വെക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് നമുക്ക് ലേശം ജീരകം പൊടിച്ചത് ചേർക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിലും ചേർക്കാം കേട്ടോ. ജീരകം പൊടിച്ചതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഞാൻ ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. നമുക്ക് മധുരത്തിനായിട്ട് ഞാനിതിലേക്ക് ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിനി പഞ്ചസാര, ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആണെങ്കിലും ചേർക്കാം. പക്ഷേ കൂടുതൽ രുചി എന്ന് പറയുന്നത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഈ ശർക്കര ഞാൻ അധികം മധുരം, ഇവിടെ ആർക്കും അങ്ങനെ വലിയ മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ചേർക്കുന്നില്ല. എന്നാലും അത്യാവശ്യം കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുക്കാൻ മധുരം വേണമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ശർക്കരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാവ് നമുക്ക് നല്ലതായിട്ട് ബോൾ പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുവിലേക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിക്കകത്തോട്ട് നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങയുടെ ആ ഒരു മിക്സർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ജസ്റ്റ് വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഞാനൊരു 9 കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്ക് റെഡിയാക്കി മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ സ്റ്റീമർ എന്ന് വെച്ചാൽ നമ്മുടെ അപ്പച്ചെമ്പുണ്ടല്ലോ, അതിൻ്റെ പരന്ന തട്ടുണ്ടാവില്ലേ, ആ ഒരു തട്ടിലാണ് ഞാനിത് വെക്കുന്നത്. അങ്ങനെ 9 കൊഴുക്കട്ട ഞാൻ ഉണ്ടാക്കി ഇതിനകത്തേക്ക് വെക്കുന്നുണ്ട്. നമുക്ക് ചായയുടെ കൂടെയും, ഇനി ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ മധുരത്തിനൊക്കെ ക്രേവിങ്സ് തോന്നുന്ന സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് ഇത് തന്നെ നമുക്ക് വാഴയിലക്കകത്ത് നമുക്ക് ഇലയുടെ പോലെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഇതേ മാവ് തന്നെ, ഇതേ മിക്സ്ചർ തന്നെ വാഴയിലക്കകത്ത് ഇത് ബോൾ പോലെ നമ്മൾ ഉരുട്ടിയെടുക്കുന്നു. മറ്റത് വാഴയിലക്കകത്ത് നമ്മൾ പരത്തി വെച്ചിട്ട് നടുക്കി മിക്സ്ചർ ചേർക്കുന്നു. ഇത്രയും വ്യത്യാസമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 9 കൊഴുക്കട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെന്തെടുക്കാം. ഞാൻ ഓൾറെഡി ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റ് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ചൂടോടെയോ ചൂടാറിയോ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ആവിയിൽ നല്ല രീതിയിൽ കൊഴുക്കട്ട വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞ് നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ നടുവശം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാം.